നമ്മുടെ കൂടെ എടുത്തോ ഇവൻ അന്നും സ്റ്റാറാ ഇന്നും സ്റ്റാറാ. എന്റെ ദൈവമേ, നിന്റെ ഷൈനിങ് കണ്ട് എനിക്ക് അസൂയ വേണ്ടിട്ടാ. എന്തൊട്ട് സ്റ്റാർ. നീ ഇതാരെയും നോക്കണേ. ഏയ് ഞാനും കൂടി ഉണ്ട്. റൂട്ട് കനാലൊന്നും ഉണ്ട് മര്യാദ രണ്ടു പല്ലേച്ചാണ്. ഒന്ന് പോണോ രാജിയെ എല്ലാവർക്കും കൂടി അങ്ങോട്ട് കൊടുത്തരി. അല്ല ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അവലോസം കൊണ്ടാക്കി കൊടുത്ത് നടന്നാൽ മതിയോ? നമുക്കൊരു പെണ്ണ് കേട്ടണേ. നോക്കണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലേ. പിന്നെ പെങ്ങന്മാരുടെ രസൊക്കെയോ? ഈ പെരുന്നാളിന് മേടിക്കാൻ കിട്ടണ ചെറിയൊരു ബോട്ടില്ലേ, ഈ തിരി കത്തിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഓടിക്കണേ, അതേപോലെ വട്ടയമ്മ കടന്ന് വട്ടം ചിറ്റിക്കൊണ്ടിരിക്കുക. ഓടാ ഈ തിരക്കുന്ന കഴിയട്ടെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. എല്ലാരും കാണാലോ, ഉഷാറാക്കാതെ നമുക്ക്. വല്ലപ്പോഴും ഇങ്ങനെ എല്ലാരും ഒന്നിച്ച് കൂടണം, അപ്പൊ പ്രായം കുറഞ്ഞ പോലെ തോന്നും അല്ലേടാ. അതിന് എനിക്ക് വലിയ പ്രായമായിട്ടില്ല. ഇതാരുടെ ഫോണില് സെക്രട്ടറി അടി. നിനക്കിപ്പോ സെക്രട്ടറി ഒക്കെ ആയോ? ഞാൻ നന്നായിടി. നീ നന്നായെന്ന് പറഞ്ഞ എങ്ങനെയാ? കോഴിക്കോടൊക്കെ അടച്ചാ? നിനക്ക് എന്താടി പരിപാടി? ഞാൻ കോളേജ് ലെക്ചറാ. കോളേജ് ലെക്ചറാ? വർത്താനം പറയണ പിള്ളേരുടെ പേരെഴുതുന്ന അവളാണ് കോളേജ് ലെക്ചർ. അതങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, നിനക്കിപ്പോ എന്നിട്ട് പരിപാടി? ഞാൻ തൃശ്ശൂർ കളക്ടർ. പരിപാടി എന്നൊക്കെ പറഞ്ഞ അതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ എന്ന് വെച്ചാ ഒരു വാച്ച് റിപ്പയറിങ്ങിന്റെ കടയുണ്ട്, അമലോത്ഭവ വാച്ച് റിപ്പയറിംഗ് ആൻഡ് സർവീസ്. തട്ടിമുട്ടിയായിട്ടൊക്കെ പോണു. നീ വല്ല കോളേജ് അധ്യാപകനോ എഴുത്തുകാരനൊക്കെ ആയി കാണുന്നോ ഞാൻ വിചാരിച്ചത്. നാട്ടിലുള്ള ആളുകൾ മുഴുവൻ വലിയ വലിയ ആളുകളായ ചെറിയ ആളുകളും വേണ്ടേ? സത്യം പറഞ്ഞ ക്ലച്ച് പിടിച്ചില്ല അല്ലേ? ഫുഡ് റെഡി ആയിട്ടാ. മാണിക്യ കല്ലായ മാർഗം സിസിലിയുടെ കൈ അങ്ങോട്ട് വഴങ്ങണില്ലാട്ടാ. ഒരു തട്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒപ്പനയാ. ഈ ഒപ്പനെന്ന് മാർഗകളി മോഷ്ടിച്ചാണോ മാർഗകളി ഒപ്പന മോഷ്ടിച്ചാണോ ഒരു മോഷണം നടന്നിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. കൈയൊക്കെ കുറച്ച് വൃത്തിയില് പിടിച്ചാൽ നന്നായിരിക്കും കാണാൻ. കണ്ടില്ലെന്ന് ചൊല്ലുന്നവരോ കണ്ടാലധികം ചീറുന്നു, കണ്ടുകൊണ്ട് ചൊല്ലാനിഷ്ടം ആരോടൊക്കെ ചീറുന്നു. മേരിയെ ഇന്നത്തേക്ക് മതിട്ടാ, ഇനി നാളെ. നീ കഞ്ഞിയെടുത്ത് വെച്ചേ. നീ എന്തുട്ടല്ലോ ഓനപ്പ ഈ പറയണേ? ഇനിയും പഠിക്കാന്നാ? കോളേജിൽ പോണ കാര്യം പറഞ്ഞാൽ അത് കൂട്ടിയാ കൂടുന്ന കാര്യമില്ലാട്ടാ. നിന്റെ അപ്പനും പോയി അമ്മയും പോയി, ഇനി വക്കും മുറിയും പൊട്ടാണ്ട് നീയാ കുടുംബം നോക്കേണ്ടത്. അത് നിന്റെ ചുമതലയാന്ന്. എനിക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ സെന്ററിലുള്ള ആ വാച്ച് കട നിനക്ക് അങ്ങോട്ട് തരാം, അത് വെച്ച് കുടുംബം നടത്താന്ന്. അത് നിനക്ക് വലിയൊരു സഹായമാവും. ഇനി പഴയ പോലെ കാള കളിച്ച് നടക്കലൊന്നും ശരിയാവില്ലേട്ടാ. ആ കടയെ പിടിച്ചങ്ങോട്ട് കയറാം, അവിടെ നിന്ന് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാവും. ആ കൂളിയാടൻ ജോണിയൊക്കെ അങ്ങനെയല്ലേ കയറി കയറി വന്നേ, അതേപോലെ നീയും അങ്ങോട്ട് മെച്ചപ്പെടും. നല്ല രസമുണ്ടല്ലേ കാണാൻ? അത്ര രസമൊന്നുമില്ല, തൊപ്പി മാത്രം കൊണ്ട്. അവിടെ നോക്കിയേ, സന്തോഷം അത്രയുള്ളൂ. അല്ലപ്പാ, ചെമ്പന്റെ കമ്പനിയിൽ ബാബു വീണ്ടും കാശ് മുടക്കിണ്ട. എറണാകുളത്ത് ഇറക്കിയ സ്പെഷ്യൽ ടീമാ. അത് ഒന്നും കണ്ടല്ല, അത് കണ്ടോ? ആ MLA കണ്ടില്ലല്ലോ. അതോടാ
ബാബു ലൂസി നീ വരുന്ന വിചാരിച്ചില്ലടി അമ്മായിമ്മ പഠിച്ചോണ്ട് ഫുൾ ഫ്രീ ആയില്ലടാ. ഇപ്പൊ എല്ലാ പരിപാടിക്കും പോണ്ട്. ചെല് ചെല് ചെല്. മുറികൾക്കൊക്കെ ആവശ്യത്തിന് വലിപ്പമുണ്ട്. പക്ഷെ അടുക്കള തീപ്പട്ടി പോലെയായി. പേര് മാറാൻ അത് പോലെ അത് തന്നെ. പൊളിക്കേണ്ടി വരും. നന്നായിട്ടുണ്ടല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ടേസ്റ്റ് ഉണ്ടാ പറഞ്ഞാ അവര് ഫോട്ടോ എടുത്തിട്ട് പോകും. ഒന്നുകൂടി പൊക്കം കുറഞ്ഞ ബാബു ആണ് സെറ്റപ്പ് തന്നെ അല്ലേ? വെള്ളാനിക്കാരുടെ പെണ്ണിനെയും കിട്ടി. ഒരു ഭാഗ്യം തന്നെ കേട്ടോ അതൊക്കെ. ലോനപ്പെട്ടൻ, ഈ ബാബു ചേട്ടൻ ലോനപ്പെട്ടിട്ട് ഞാനുള്ളതല്ലേ? 3 വയസ്സിനാ 4 വയസ്സിനാ ബീഫ് എന്നാ? വീട്ടിലേക്ക് പറിച്ചോണ്ടാ നല്ല ആ സ്ഥലത്ത് താറാവറുണ്ട്. ആലപ്പുഴന്നാ ഇവിടെ താറാവിന്റെ ഒരു മുഷിക്കോണുണ്ട്. ആ സീസറിന്റെ അപ്പുറത്ത് വെക്കുന്നത് കാഷ്യസ് ആണോ മാർക്ക് ആന്റണിയാണ്? ബ്രൂട്ടസ് ആണ്. ആ ലോന, നീ പോകുമ്പോ ആ ബാബുന്റെ വീട്ടിന് പകർച്ച മേടിച്ച ഈ പാത്രം ഒന്ന് കൊടുക്കണം കേട്ടാ. എന്തിനതൊക്കെ മേടിക്കാൻ പോണെന്ന്? എങ്ങനെയാണ് അവര് തരുമ്പോ വേണ്ടെന്ന് പറയണേ? എന്ത് കിട്ടിയാലും മേടിച്ചോളൂ. ഇവിടെ എന്താ തിന്നാനും കുടിക്കാനില്ലായിരിക്ക? എന്നെ കൊണ്ടൊന്നും വയ്യ. മേടിച്ചവരെ ഞങ്ങൾ കൊണ്ടു കൊടുത്താൽ മതി. ഡാ, ലോന, നീ ഒന്ന് പോകുമ്പോ ഇതോട്ടെ ഇടത്തോട്ടാണല്ലോ. നീ പോടാ. നീ സിസ്ലേ, നീ സ്കൂളിൽ പോകുമ്പോ ഒന്ന് നീ ഇങ്ങോട്ട് വരും. അവിടെ കൊടുക്കാതൊക്കെ ഇവിടെ കൊടുക്കാതിരിക്കുകയാണ്. ആരെയാത്ത ഞാൻ ചെയ്തോണ്ടിരിക്കണം. 200 കയറാൻ പറ്റില്ല. എന്തിനു പറഞ്ഞത്? 4, 8 അല്ലെങ്കിൽ 90 അതിന് കയറിയാൽ മതി. ആരും ചേട്ടനൊന്നും നോക്കിട്ടാ. ഭയങ്കര കള്ളകളിയാ. കാലത്ത് തന്നെ തുടങ്ങും. ഇത് വേറെ എവിടെയെങ്കിലും പോയി കളിച്ചോടോ. ഇവിടെ കിട്ടണ മനസ്സമാധാനം വേറെ എവിടെ കിട്ടാനല്ലോ അവനപ്പാ. വെളിച്ചാവുമ്പോ ഓരോന്നും വന്നോളും മനുഷ്യനെ മൂട്ടിപ്പിക്കാനായിട്ട്. എന്റെ പാസ്ബുക്ക് എന്തി? അവിടെ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ലക്ഷങ്ങളല്ലേ. ചിലക്കില്ലാട്ടാ. ഒരു കാര്യപ്രാപ്തി ഇല്ലാതെ എന്തുകൊണ്ട് തേങ്ങക്കടത് 11-ൽ 10-10 വെക്കണ്ട? അല്ലതിപ്പോ എന്തേ പറ്റിയേ? എന്തേ ഒരു പൊട്ടം കടിച്ച മാതിരി? സ്കൂളിൽ പോയ വിശേഷം ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പരിപാടി? അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? കുഴപ്പമുണ്ടായില്ലെന്ന് പറഞ്ഞാല് കുഴപ്പമുണ്ടായില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായില്ലെന്ന് തന്നെ. അല്ലാതെ പിന്നെ എന്തൊരു തേങ്ങ?